നമ്മളെ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലേഡറിൻ്റെ അകത്തുള്ള ലാസ്റ്റ് പ്രോബ്ലമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലേഡറിൻ്റെ അകത്ത് ഒരു മനുഷ്യൻ കയറി എന്ത് സംഭവിക്കുന്നുള്ള. ഓക്കെ, എൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ എഴുതി വിട്ടോ. അതാകുമ്പോൾ നമുക്ക് രണ്ടാൾക്കും അധികം സമയം ചെലവുണ്ടാവില്ല. അപ്പോൾ ലേഡറിൻ്റെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ കൂടെ തന്നെ എഴുതി വിട്ടോ, ഇതാ മദ്യം സമയം എടുക്കുമല്ലോ. ക്വസ്റ്റ്യൻ ഇതാണ്: എ യൂണിഫോം ലാഡർ of length 25 meter and weight W is leaning against a wall. അതാണ് ക്വസ്റ്റ്യൻ്റെ തുടക്കം. എ യൂണിഫോം ലാഡർ ഓഫ് ലെങ്ത് 25 മീറ്റർ. നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട് ലാഡറിന്റെ 25 മീറ്റർ ആണ്. ആൻഡ് വെയിറ്റ് W, വെയിറ്റിന്റെ വാല്യൂ തന്നിട്ടില്ല, W എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. ഈസ് ലീനിങ് അഗെയിൻസ്റ്റ് എ വോൾ, ഒരു വോളിനോട് ചാരി വെച്ചിട്ടുള്ളത്. ഇറ്റ് മേക്സ് 45 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ. It makes 45 degree with the horizontal. A man whose weight is 0.6 times the weight of ladder goes up the ladder. അതാണ് അടുത്ത കഥയിലെ സെന്റൻസ് വരുന്നത്. അതായത് നമ്മളെ കയ്യിൽ ഒരു 25 മീറ്റർ നീളമുള്ള ലാഡർ ഉണ്ട്. അതിന്റെ വെയിറ്റ് W ആണ് തന്നിട്ടുണ്ട്. ഈസ് ലീനിങ് അഗെയിൻസ്റ്റ് എ വോൾ, ഒരു വോളുമായിട്ട് ചാരി വെച്ചിട്ടാണ്. ഇറ്റ് മേക്സ് 45 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ, ഹൊറിസോണ്ടൽ ആയിട്ട് 45 ഡിഗ്രിയാണ് ആ ലാഡർ നമ്മൾ ചാരി വെച്ചിട്ടുള്ളത്. 45 ഡിഗ്രിയിലാണ് ചാരി വെച്ചിട്ടുള്ളത്. എ മാൻ ഹൂസ് വെയിറ്റ് ഈസ് 0.6 ടൈംസ് ദ വെയിറ്റ് ഓഫ് ലാഡർ, ലാഡറിന്റെ വെയിറ്റിനെ കാട്ടിയും 0.6 ടൈംസ് ഭാരമുള്ള ഒരാള് ആ ലാഡറിലേക്ക് കയറുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഡിറ്റർമൈൻ ദ മാക്സിമം ഡിസ്റ്റൻസ് he can climb before the ladder slip. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് എത്ര ദൂരം വരെ അതിനകത്ത് കയറാൻ പറ്റുന്നതാണ് ചോദ്യം. അയാൾ എത്ര ദൂരം കയറിയെന്ന് ചോദിച്ചിട്ടില്ല, അയാൾക്ക് എത്ര ദൂരം വരെ കയറാൻ പറ്റുന്നതാണ് ചോദ്യമുള്ളത്, ആ ലാഡർ സ്ലിപ്പ് ആകുന്നതിനെക്കാട്ടി മുമ്പിട്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള അസ്യൂം കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ between ladder and floor is 0.3 and
that between ladder and wall to be 0.25. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ചിത്രം തന്നിട്ടുണ്ടാവില്ല, നമ്മൾ ചിത്രം ക്വസ്റ്റ്യൻ കണ്ടിട്ട് വേണം നോക്കി വരയ്ക്കാൻ. ക്വസ്റ്റ്യൻ എല്ലാവരും എൻ്റെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നോ? കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. ബിറ്റ്വീൻ ലാഡർ ആൻഡ് ഫ്ലോർ, ലാഡറും നിലവുമായിട്ട് 0.3 ആണ്. ആൻഡ് ബിറ്റ്വീൻ ലാഡർ ആൻഡ് വാളുമായിട്ട് ചുമരുമായിട്ടുള്ളത് 0.25 ആണ് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പം ക്വസ്റ്റ്യൻ കിട്ടിയപാട് നമുക്ക് ലാഡറിന്റെ അവസ്ഥയൊക്കെ വരക്കേണ്ടി വരും. കാരണം നമുക്ക് ലാഡർ എങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അത് വെച്ചിട്ട് വേണം നമ്മൾ അസ്യൂം ചെയ്തിട്ട് വരക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ എൻ്റെ വോളും ഫ്ലോറും വരച്ചു. ഇതിൽ ഞാനൊരു ലാഡർ എടുത്ത് വെക്കുകയാണ്. വെച്ചു. ആ ലാഡറിന്റെ ലെങ്ത് എനിക്ക് തന്നിട്ടുണ്ട്. ലാഡറിന്റെ മൊത്തം ദൂരം 25 മീറ്ററാണ്. ഇങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഇത് വെച്ചിരിക്കുന്നത് 45 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ആണ് തന്നിട്ടുണ്ട്. സോ ഹൊറിസോണ്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം, ഇവിടുത്തെ ആംഗിൾ എനിക്ക് തന്നിട്ടുണ്ട് 45 ഡിഗ്രി ആണ്. പിന്നെ ലാഡറിന്റെ വെയിറ്റ് എനിക്ക് തന്നിട്ടുണ്ട് W ആണ്. സോ ലാഡറിന്റെ വെയിറ്റ് ഞാൻ കറക്റ്റ് സെന്ററിൽ മാർക്ക് ചെയ്യാണ്. വെയിറ്റ് എപ്പോഴും സെന്ററിലാണ് ഉണ്ടാകുക. കറക്റ്റ് സെന്ററിൽ നിന്ന് താഴത്തേക്ക് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട് W. A man whose weight is 0.6 times weight of ladder goes up with ladder. അതായത് മാന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാന്റെ വെയിറ്റ് എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, 0.6 ടൈംസ് വെയിറ്റ് ഓഫ് ലാഡർ. അതായത് 0.6 into W ആണ് മനുഷ്യന്റെ വെയിറ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം വെറുതെ ഈ ഒരു ലോജിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. വെയിറ്റ് ഓഫ് ലാഡർ W എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കിലോഗ്രാം അല്ലെ 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കും. 10 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ മാന്റെ വെയിറ്റ് എത്രയായിരിക്കും? മാന്റെ വെയിറ്റ് ഈസ് ഈക്വൽ ടു 0.6 ടൈംസ് എന്ന് വെച്ചാൽ ഇൻറ്റു വെയിറ്റ് ഓഫ് ലാഡർ 10 എന്ന് വെച്ചാൽ എനിക്ക് എത്ര കിട്ടുക? 6 ന്യൂട്ടൺ ആയിരിക്കും മനുഷ്യന്റെ വെയിറ്റ് ഉണ്ടാകും. ലാഡറിന്റെ വെയിറ്റിനെക്കാട്ടിയും കുറവായിരിക്കും മനുഷ്യന്റെ വെയിറ്റ് എന്തായാലും, അല്ലെങ്കിൽ ലാഡർ പൊട്ടിപ്പോലും. അപ്പൊ അത് കണ്ടാൽ മനസ്സിലാണ്. ലാഡറിന്റെ വെയിറ്റ് 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക വെറുതെ. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ വെയിറ്റ് എന്ന് വെച്ചാൽ 0.6 ടൈംസ് വെയിറ്റ് ഓഫ് ലാഡർ ആണ്. അപ്പൊ 6 ന്യൂട്ടൺ ആയിരിക്കും. 0.6 into 10 എന്ന് വെച്ചാൽ 6 ന്യൂട്ടൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വെയിറ്റ് ഓഫ് ലാഡർ കൂടുതലാണ്, വെയിറ്റ് ഓഫ് മനുഷ്യൻ കുറവാണ്. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലാഡർ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ വാല്യൂ തരാത്തത് കൊണ്ട് ഞാൻ 0.6 into W എന്നുള്ള സംഭവമാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്കറിയില്ല ഈ മനുഷ്യൻ എവിടം വരെ എത്തിയെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ഏതോ ഒരു പോയിന്റ് എടുത്ത് തൽക്കാലം ഇവിടെയാന്ന് വിചാരിക്കും മനുഷ്യൻ എത്തിയത്. ഇവിടെയാണ് എൻ്റെ ആരുള്ളത്, മനുഷ്യന്റെ വെയിറ്റ് ഉള്ളത്. അതെന്ന് വെച്ചാൽ 0.6 into W ആണ്. ഈ ദൂരം എനിക്കറിയില്ല. ആ ദൂരം തൽക്കാലം നമുക്കൊരു എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ എക്സ്ന്നോ ഡിന്നോ എന്തെങ്കിലും പറഞ്ഞെടുത്തോ. തൽക്കാലം ഞാൻ എക്സ് ആയിട്ട് എടുക്കും. ആ മനുഷ്യൻ എത്ര ദൂരം ലാഡറിന്റെ മുകളിൽ കയറിയെന്ന് എനിക്ക് അറിയില്ല. സോ ലാഡറിന്റെ താഴത്തുനിന്ന് ആ മനുഷ്യൻ കയറി അത്രയും ദൂരത്തിന് ഞാൻ എക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ വെയിറ്റ് എത്ര ദൂരത്തിലേക്കാണ് ആക്ട് ചെയ്യുന്നത്?
ലാഡറിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുക 25 മീറ്റർ ആണ് ഇതെങ്കിൽ 12.5 മീറ്ററിലായിരിക്കും വെയിറ്റ് ഓഫ് ലാഡർ ഉണ്ടാവുക. ഓക്കെ, ഇനി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കോഎഫിഷ്യന്റ് വേറെ എന്ത് തന്നിട്ടില്ല, ഡിറ്റർമൈൻ ദ മാക്സിമം ഡിസ്റ്റൻസ് ഈ ക്യാൻ ക്ലൈംബ്, അതായത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ മനുഷ്യന് കയറാൻ പറ്റുന്ന മാക്സിമം ദൂരം എത്രയാണ്. അസ്യൂം കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലാഡർ ആൻഡ് ഫ്ലോർ, അതായത് ലാഡറും ഫ്ലോറും തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എനിക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ ലാഡറും ഫ്ലോറും എന്ന് വെച്ചാൽ താഴത്ത് ഭാഗം, ഫ്ലോർ നിലാണല്ലോ, അതെനിക്ക് തന്നിട്ടുണ്ട് 0.3 ആണെന്ന്. ഇതാണ് ഇവിടുത്തെ മ്യൂ. അതേപോലെ തന്നെ ബിറ്റ്വീൻ ലാഡർ ആൻഡ് വോളും ചുമരും ഇതും തമ്മിൽ 0.25 ആണ് മ്യൂ തന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് വേറെ എക്സ്ട്രാ വെയിറ്റ് ഒന്നും തന്നിട്ടില്ല, വേറെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യൻ്റെ അകത്ത്. സോ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് ഈ ലാഡറുമായിട്ടുള്ള റിയാക്ഷൻ ആദ്യം മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ നിന്ന് വലത്തോട്ടേക്ക് ലാഡർ തൊട്ട് നിൽക്കുന്നുണ്ട്, വലത്തോട്ടേക്ക് ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. 6 എന്തായിരിക്കും, റിയാക്ഷൻ ബൈ വോളാണ്, RW. അതേപോലെ തന്നെ ഫ്ലോറുമായിട്ട് തൊട്ട് നിൽക്കുന്നതുകൊണ്ട് ഫ്ലോറിൽ നിന്ന് ഈ ലാഡറിലേക്ക് ഒരു റിയാക്ഷൻ ഉണ്ടാവും, അതായിരിക്കും RF. ഇനിയോ ലാഡർ വീഴാൻ സാധ്യതയുണ്ടല്ലോ, അങ്ങോട്ടേക്കാ വീഴുക, ലാഡർ സ്ലിപ്പ് ആവാൻ വലത്തോട്ടേക്ക്, താഴത്ത് ഭാഗത്തുനിന്ന് വലത്തോട്ടേക്ക് സ്ലിപ്പ് ആവാൻ സാധ്യത. സോ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും, ഇടത്തോട്ടേക്ക്. അതിന്റെ വാല്യൂ എത്രയായിരിക്കും, 0.3 ഇൻറ്റു RF, മ്യൂ ഇൻറ്റു RF. അവിടുത്തെ 0.3 ആണ് മ്യൂ എന്ന് എനിക്ക് തന്നിട്ടുണ്ട്. സോ 0.3 ഇൻറ്റു RF എന്ന്. ഇനി ലാഡർ ഈ ഭാഗത്തുനിന്ന് താഴത്തേക്കാണ് വീഴാൻ സാധ്യത. സോ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടേക്കായിരിക്കും, മുകളിലേക്കായിരിക്കും. അത് എത്രയായിരിക്കും, 0.25 ഇൻറ്റു RW. കഴിഞ്ഞു. ഇനി ഞാൻ ഈ മ്യൂ എഴുതിയതൊക്കെ മായ്ച്ചളയാണേ. മ്യൂ എനിക്ക് അത് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ മ്യൂ ഇട്ടു എന്ന് മാത്രം. അപ്പോൾ ഞാൻ താഴത്തും മുകളിലുമായിട്ട് മ്യൂ എഴുതിയത് അങ്ങ് മായ്ച്ചളയും. കഴിഞ്ഞു. ഇനി നമ്മളുടെ സ്ഥിരം പരിപാടിയല്ല, ഫിഗറായി. വേറെ എക്സ്ട്രാ ഫോഴ്സും തന്നിട്ടില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിലുള്ള പോലെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിരുന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിനി മുന്നോട്ടേക്ക് പോവാം. കേസ് 1ഉം കേസ് 2 ഒന്നുമില്ല, ഒറ്റ കേസേ ഉള്ളൂ. സോ ഞാൻ തുടങ്ങാൻ വേണ്ടി പോവാണേ. ഫസ്റ്റ് തന്നെ സിഗ്മ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിൽ പ്രത്യേകിച്ച് വേറെ ഇക്വിലിബ്രിയത്തിലാണുള്ളത്, ലാഡർ നിലത്ത് വീഴുന്നില്ല. അതുകൊണ്ട് സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. എക്സ് ഡയറക്ഷനിൽ എല്ലാ ഫോഴ്സും നോക്കാം. ആദ്യം ഉള്ളത് RW വലത്തോട്ടേക്ക്. സോ അത് ഞാൻ ആദ്യം എഴുതുകയാണ്, RW. പിന്നെ 0.25 RW എന്നൊക്കെ പറയുന്നത് മുകളിലേക്കാണ്, വൈ ഡയറക്ഷൻ, അതൊന്നും നമ്മൾ നോക്കണ്ട. പിന്നെ ഉള്ളത് 0.3 RF ഇടത്തോട്ടേക്കാണ്. സോ -0.3 RF. ഇത് രണ്ടും ഈക്വൽ ടു, വേറെ ഫോഴ്സ് ഒന്നും ഇല്ലല്ലോ, മൊത്തം ഈക്വൽ ടു 0. ഇനി എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ ഇട്ടു. ഇനി അടുത്ത സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു 0. വൈ ഡയറക്ഷനിലെ എല്ലാ ഫോഴ്സും 0 ആണെന്ന് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വൈ ഡയറക്ഷനിലെ ഫസ്റ്റ് ഫോഴ്സ് വരുന്നത് 0.25 RW മുകളിലേക്ക്. സോ മുകളിലേക്കായതുകൊണ്ട് 0.25 RW പോസിറ്റീവ് ആണ്. അടുത്ത W എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട് താഴത്തേക്ക്. സോ -W. ഇനി അടുത്ത ഒന്നുകൂടി ഉണ്ട് 0.6 W, അതും താഴത്തേക്കാണ്. സോ -0.6 W. ഇനി ലാസ്റ്റ് ഫോഴ്സ് RF, അത് മുകളിലേക്ക് തന്നെയാണ്. സോ +RF ഈക്വൽ ടു 0. ഇനി എനിക്ക് എന്നും സിംപ്ലിഫൈ ചെയ്തൂടെ, നോക്കിയേ. 0.25 RW -W -0.6W എന്ന് വെച്ചാൽ എത്രയാണ്, അല്ലെങ്കിൽ 0.25 RW -W -0.6W എന്ന് വെച്ചാൽ എത്രയാണ്, -W എന്ന് വെച്ചാൽ -1W എന്നർത്ഥം. അപ്പം 1W -1W -0.6W എന്ന് വെച്ചാൽ എത്രയാണ്,
മൈനസ് 1.6 ഡബ്ല്യു അല്ലേ? ഹലോടോ, ആരും ഒന്നും മിണ്ടാത്ത. ആ പ്ലസ് ആർ എഫ് ഈക്വൽ ടു 0. ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല. സോ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് അവിടെ വെച്ചു. എനിക്ക് അറിയാത്ത എത്ര ഉണ്ട് നോക്കിയേ. ഇവിടെ ആർ ഡബ്ല്യു ആർ എഫ്, താഴത്ത് ആർ ഡബ്ല്യു ഡബ്ല്യു ആർ ഡബ്ല്യു ഡബ്ല്യു ആർ എഫ്. സോ അറിയാത്ത 3 ഇക്വേഷൻ, 3 ടേം ഉണ്ട്. സോ എനിക്ക് 3 ഇക്വേഷൻ വേണ്ടി വരും. മൂന്നാമത്തെ ഇക്വേഷൻ ഞാൻ എങ്ങനെ എടുക്കുക? മൊമെന്റ് അബൌട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് ഈക്വൽ ടു 0. ഏത് പോയിന്റ് എടുക്കാം നമുക്ക്? മൊമെന്റ് അബൌട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തോ. തൽക്കാലം ഞാൻ ഈ പോയിന്റ് എടുക്കും ആണെന്നുണ്ടല്ലോ. മൊമെന്റ് അബൌട്ട് ഫ്ലോർ ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. അപ്പോ തുടങ്ങാം. ഫസ്റ്റ് ഫോഴ്സ് നോക്കുന്നു. 0.3 ആർ എഫ് പോകുന്നത് ആരുടെ നെഞ്ചത്തൂടെയാണ്? ആ പോയിന്റ് കൂടെ തന്നെയാണ് പോകുന്നത്. ഞാൻ കുറച്ച് മാറ്റി വരച്ചതേ ഉള്ളൂ. പക്ഷെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയതുകൊണ്ട് കറക്റ്റ് ഈ ഒരു ഫ്ലോർ കൂടെയല്ലേ ഉണ്ടാവാം, അറിഞ്ഞുകൊണ്ട് പോകുന്നു. അടുത്ത ആർ എഫ്, അതും പോകുന്നത് ആരുടെ നെഞ്ചത്തൂടെയാണ്? ആ പോയിന്റിന്റെ നെഞ്ചത്തൂടെയാണ്. അത് രണ്ടിനെ നമുക്ക് ഒഴിവാക്കാം. സോ ഈ രണ്ട് ഫോഴ്സസ് നമുക്ക് മൊമെന്റ് എടുക്കുമ്പോൾ ആവശ്യമില്ല. ഇനി അടുത്ത ഫോഴ്സ് വരുന്നത് 0.6 ഡബ്ല്യു. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴത്തേക്കാണ്. അത് വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് കറങ്ങുക ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ എന്ത് ചെയ്യാൻ പറ്റും? മൈനസ് 0.6 ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു, അത് ഫോഴ്സ് ആണ്, ഇൻറ്റു പെർപെൻഡിക്കുലർ ദൂരം കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ നോക്കി. ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാ പോകുന്നത്. പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന ദൂരം ഏതാണ്? ഇതാണ് ദൂരം. തൽക്കാലം അത് എ ആണെന്ന് വിചാരിക്കുക. ഞാൻ ഇപ്പുറം എക്സ് ഇട്ടുകൊണ്ടാണ് കൺഫ്യൂഷൻ ആവാണ്ട് കണ്ടിട്ട് ഈ ദൂരം എ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ എന്റെ ദൂരം എത്രയായിരിക്കും? ഈ ദൂരം എനിക്കറിയാം എക്സ് ആണ്. ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ എക്സ് എന്ന് പറയുന്നത്. എ എന്ന് വെച്ചാൽ അഡ്ജസന്റ് സൈഡ് ആണ്. ആംഗിളും എനിക്കറിയാം. സോ എന്ത് ചെയ്താൽ മതി? എ അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു എന്താണ്? കോസ് 45 ആണ്. അങ്ങനെയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് ഇൻറ്റു കോസ് 45 ആണല്ലോ, ഇതല്ലേ? സോ അത് ഞാൻ ഇവിടെ എഴുതാണ്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ദൂരം എന്ന് വെച്ചാൽ എക്സ് കോസ് 45 ബ്രാക്കറ്റിലിടാം, അല്ലെങ്കിൽ ഇൻറ്റു എക്സും തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ എൻ്റെ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ നെക്സ്റ്റ് ഫോഴ്സിനെ കൺസിഡർ ചെയ്യണേ. ഇതിനെ ഞാൻ ഒഴിവാക്കി. ഇതിന്റെ എനിക്ക് സംഭവം കിട്ടി. അടുത്ത ഫോഴ്സ് വരുന്നത് ഡബ്ല്യു എന്നുള്ളതാണ്. ഡബ്ല്യു വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ വടി ലാഡർ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും കറങ്ങുക. സോ അത് മൈനസ് ഡബ്ല്യു ഇൻറ്റു പെർപെൻഡിക്കുലർ ദൂരം കണ്ടുപിടിക്കണം. സോ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഞാൻ എടുത്തു. ലൈൻ ഓഫ് ആക്ഷൻ എടുത്തത് എനിക്ക് മനസ്സിലായി. പെർപെൻഡിക്കുലർ ദൂരം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. അത് എ തൽക്കാലം ഇപ്പൊ ഈടിയാണ്. എനിക്ക് ഹൈപ്പോട്ടന്യൂസ് അറിയാം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് അറിയാം. എത്ര ദൂരം വരിക? 12.5 ആണ്. നേരെ പകുതിക്കാണല്ലോ. എ എന്ന് പറഞ്ഞ സാധനം എനിക്കറിയില്ല. സോ അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 12.5 ഈക്വൽ ടു കോസ് 45 ആണ്. അങ്ങനെയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു 12.5 കോസ് 45. അപ്പൊ അത് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഡബ്ല്യു ഇൻറ്റു പെർപെൻഡിക്കുലർ ദൂരം എന്ന് വെച്ചാൽ എ ആണ്. അത് എനിക്ക് കിട്ടിയിട്ടുണ്ട് 12.5 കോസ് 45. സോ ആ എയും കിട്ടി. ഞാൻ അതിനെയും അയച്ചു കളയാം തൽക്കാലം. ഇനി അടുത്ത ഫോഴ്സ് വരുന്നത് 0.25 ആർ ഡബ്ല്യു മുകളിലേക്ക്. അത് അടിച്ചു കഴിഞ്ഞാൽ ഈ വടി കറങ്ങുക എങ്ങോട്ടേക്കാണ്? ക്ലോക്ക് വൈസ്. സോ താഴത്തെ എഴുതണ്ടേ, പ്ലസ് 0.25 ആർ ഡബ്ല്യു ഇൻറ്റു, ഇനി പെർപെൻഡിക്കുലർ ദൂരം നോക്കണം.
ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ വരുന്നത് ഇതാണേ. ആ ഫോഴ്സ് കടന്നു പോകാൻ ശരിക്കും ഇതിന്റെ ഉള്ളിൽ കൂടിയാണ്. സോ ഇതാണ് എൻ്റെ പുതിയ എ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഹൈപ്പോട്ന്യൂസ് അറിയാം, 25 മീറ്റർ ആണ് മൊത്തം. അത് ഓൾറെഡി എനിക്ക് അറിയുന്ന സാധനം. സോ എ അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്ന് വെച്ചാൽ 25 ഈക്വൽ ടു cos 45 ആണ്. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 25 cos 45. അത് ഞാൻ അടുത്ത് ഇവിടെ എഴുതാണ്, 25 cos 45. അപ്പൊ എൻ്റെ അതും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു ഫോഴ്സും കൂടി ഉണ്ട്. ആരാണ്? RW എന്ന് പറഞ്ഞൊരു ഫോഴ്സ്. ഓക്കെ, RW എന്ന് പറഞ്ഞ ഫോഴ്സ് അടിക്കുന്നത് വലത്തോട്ടേക്കാണ്. അത് വന്ന് അടിച്ചു കഴിഞ്ഞാലും ഈ വടി കറങ്ങുക ക്ലോക്ക് വൈസ് ആണ്. സോ പ്ലസ് RW ഇൻറ്റു പെർപെൻഡിക്കുലർ ദൂരം കിട്ടണം. പെർപെൻഡിക്കുലർ ദൂരം എന്ന് വെച്ചാൽ എങ്ങോട്ടേക്കാണ് നോക്കോ, ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ പോകുന്നത് ഇങ്ങനെയാണ്. പെർപെൻഡിക്കുലർ ദൂരം, ആ പോയിന്റ് എന്നുള്ള പെർപെൻഡിക്കുലർ ദൂരം എന്ന് വെച്ചാൽ ഇതാണ്, ഈ ദൂരം. ഇതാണ് നമ്മളെ പുതിയ. അത് തന്നെയല്ലേ ഇപ്പുറമുള്ളതും? ആ സെയിം ദൂരം തന്നെയല്ലേ ഈ ട്രയാങ്കിൾ ഇപ്പുറത്തെ സൈഡും? അതുകൊണ്ട് അധികം കൺഫ്യൂസ്ഡ് ആക്കണ്ട. അതാ ഈ സൈഡും എന്താണ് എ തന്നെയല്ലേ, രണ്ടും പാരലൽ ഒരേ ദൂരം തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ എ കണ്ടുപിടിച്ചാൽ മതി. പെർപെൻഡിക്കുലർ ദൂരം എന്ന് പറയുന്നത് ഈ എ എടുത്താൽ. അപ്പൊ ആ എ എടുക്കാം. ഇതാണ് എൻ്റെ ഏത് സൈഡ്? ഓപ്പോസിറ്റ് സൈഡാണേ. ഇത് ഏത് സൈഡാണ് ആംഗിളിന്റെ? ആംഗിൾ ഇവിടെ 45 ഇവിടെയാണുള്ളത്. ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സൈഡാണ് ഇത്. സോ നമ്മൾ ഏതാ എടുക്കേണ്ടി വരിക? എടുക്കാലോ. എ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എനിക്കറിയാം. സൈനാണ് എടുക്കുന്നത്. ഹൈപ്പോട്ന്യൂസ് എത്ര? 25 ഇസ് ഈക്വൽ ടു സൈൻ 45 ആണ്. അങ്ങനെയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു എന്ത് വരും? 25 ഇൻറ്റു സൈൻ 45. സോ ഇവിടെ എഴുതാം 25 ഇൻറ്റു സൈൻ 45 എന്ന്. അപ്പൊ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. മൊമെന്റിന്റെ സംഭവങ്ങൾ ഞാൻ എടുത്തെഴുതി. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്താൽ മാത്രം മതി. സോൾവ് ചെയ്യാലോ. ഫിഗറൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. ഈ ഇക്വേഷനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. ഫസ്റ്റ് ടേം 0.6 ഇൻറ്റു W ഇൻറ്റു എക്സ് കോസ് 45 മൈനസ് W ഇൻറ്റു 12.5 കോസ് 45 പ്ലസ് 0.25 RW ഇൻറ്റു 25 കോസ് 45 പ്ലസ് RW ഇൻറ്റു 25 സൈൻ 45. ഇതായിരുന്നു എൻ്റെ ഇക്വേഷൻ. ഞാൻ ഫുൾ നീട്ടി വലിച്ച് എഴുതിയത് മാത്രം. ഈ ഇക്വേഷൻ ഞാൻ ഒന്ന് നിരത്തി എഴുതിയതാണ്. ഓക്കെ, അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്തോ. എന്താണ് ചെയ്യാൻ പറ്റുന്ന കാര്യം? മൈനസ് 0.6 ഇൻറ്റു W ഇൻറ്റു എക്സ്. ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. W ഇൻറ്റു എക്സ് അവിടെ കിടക്കട്ടെ. 0.6 ഇൻറ്റു കോസ് 45 എടുക്കാലോ. എത്ര വരിക? ആരും പറഞ്ഞില്ല അല്ലെ? ഞാൻ തന്നെ എഴുതേണ്ടി വരും. ഞാൻ തന്നെ കണ്ടുപിടിക്കാം. 0.6 ഇൻറ്റു കോസ് 45 എന്ന് പറയുന്നത് എനിക്ക് കിട്ടുക മൈനസ് 0.4242 എന്നാണ്. ഇനി ബാക്കി അവശേഷിക്കുന്നത് W ഇൻറ്റു എക്സ് ആയിരുന്നു. അപ്പൊ എൻ്റെ ആ ടേം കംപ്ലീറ്റ് ആയി. ഈ ടേമിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഇനി അടുത്ത വരുന്നത് മൈനസ് W ഇൻറ്റു 12.5 ഇൻറ്റു കോസ് 45. അപ്പൊ അതിനെ എനിക്ക് എഴുതാൻ പറ്റുന്ന വെച്ചാൽ മൈനസ് W ഇൻറ്റു 12.5 ഇൻറ്റു കോസ് 45 എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് 8.8388 ആണ്. അത് ഞാൻ എഴുതി. അപ്പൊ എൻ്റെ ഈ ടേമിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്തു. ഇനി അടുത്ത വരുന്നത് പ്ലസ് 0.25 RW. അതിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതി. പ്ലസ് 0.25 RW.
ഉണ്ട്, ചെയ്യാനുണ്ട്. അതിനെ ചെയ്യാനുണ്ടേ, സോറി. RW മാത്രമേ ഇവിടെ അറിയാത്തതുള്ളൂ, ബാക്കിയെല്ലാം അറിയുന്നു. 0.25 ഇൻറ്റു 25 cos 45 അതെനിക്ക് ചെയ്യാൻ പറ്റും. 0.25 ഇൻറ്റു 25 cos 45 എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഉത്തരം 4.419 ആയിരുന്നു ഇൻറ്റു RW. അപ്പൊ എൻ്റെ ഈ ഇക്വേഷനെ ഞാൻ സിംപ്ലിഫൈ ചെയ്തെടുത്തു. ഇനി അടുത്ത അവസാനമായിട്ട് കാണുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ പ്ലസ് RW ഇൻറ്റു 25 sin 45 ആണ്. സോ അതിനെ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും, പ്ലസ് 25 sin 45 എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 sin 45 എന്ന് വെച്ചാൽ 17.677 ആണ് ഇൻറ്റു RW. അങ്ങനെ ഞാൻ ആ ഇക്വേഷനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തു. ഇനിയും ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ ശ്രമിക്കുകയാണ്. ഇറ്റ് ഇംപ്ലൈസ് -0.4242 ഇൻറ്റു W ഇൻറ്റു എക്സ് ഒന്നും ചെയ്യാനില്ല. 0.4242 ഇൻറ്റു W എക്സ് അവിടെ കിടക്കട്ട് മൈനസ് W ഇൻറ്റു 8.8388 പ്ലസ് 4.419 ഇൻറ്റു RW പ്ലസ് ഇത്ര RW എത്രയായിരിക്കും കിട്ടുക? ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 4.419 മാങ്ങ പ്ലസ് 17.677 ഇൻറ്റു മാങ്ങ അങ്ങനെ പറയുന്നതാണെങ്കിൽ എനിക്ക് കിട്ടും 4.419 പ്ലസ് 17.677 കൂട്ടുകയാണെങ്കിൽ എനിക്ക് കിട്ടുക 22.096 RW ആണെന്നാണ് കിട്ടുക. അപ്പോൾ ഞാൻ ഒരിക്കലും കൂടി സിംപ്ലിഫൈ ചെയ്ത് എനിക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റത്തെ രണ്ട് ഇക്വേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ആര് കോമൺ ആണ്? W എന്ന് പറഞ്ഞ ടേം കോമൺ ആണ് അല്ലേ? W കോമൺ അല്ലല്ലോ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ. അപ്പൊ അതിനെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? W-നെടുത്ത് പുറത്തിട്ടെ, W-നെടുത്ത് ഞാൻ പുറത്തിട്ടു. W ഇൻറ്റു അത് ഇതിൻ്റെ അകത്തുനിന്ന് W പുറത്തേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? -0.4242 ഇൻറ്റു എക്സ് മൈനസ് 8.8388 പ്ലസ് ഇതിൻ്റെ അകത്തുള്ളത് RW ആയിരുന്നു, അല്ല 22.096 RW തന്നെ. സമാധാനപരമായിട്ട് ചെയ്താൽ മതി, ആരും ധൃതി പിടിച്ചിട്ടൊന്നും ചെയ്യണ്ട. അപ്പൊ എനിക്ക് ഇങ്ങനെയാണ് ലാസ്റ്റ് അവസാനമായിട്ട് എനിക്കൊരു ഉത്തരം കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുത്തു. ഇതിൻ്റെ അകത്ത് ഒരു ചാത്തൻ കയറി വന്നിട്ടുണ്ട്, ആ ചാത്തന്റെ പേരാണ് എക്സ്. ഇത് അവിടെ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോ 4 അൺനോൺസ് ആയി. നോക്കിയേ ഇല്ലേ? ഞാൻ ഈ ഇക്വേഷൻസ് മൊത്തം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ RW, ഇവിടെ അറിയാത്ത സാധനം എന്ന് വെച്ചാൽ ഒന്ന് RW RF, ഇവിടെ അറിയാത്ത സാധനം എന്ന് വെച്ചാൽ RW W RF, ഇവിടെ അറിയാത്തത് W X RW. അപ്പൊ 4 അൺനോൺസ് ആയി. അപ്പൊ നമ്മളെ പണ്ടത്തെ പോലെ ഏതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാൽക്കുലേറ്ററിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം 4 അൺനോൺസ് ഉണ്ട്, നമുക്ക് 4 ഇക്വേഷൻ വേണം. ഇനിയൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടിയിരുന്നു? സിംപ്ലിഫൈ ചെയ്ത് നോക്കേണ്ടി വരും, വേറെ വഴിയില്ല. അതായത് ഒന്നാമത്തെ ഇക്വേഷൻ്റെ അകത്ത് ഈ ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ മാറ്റി എഴുതാൻ വേണ്ടി പോവാണ്. ഇതിനെ എനിക്ക് എഴുതാം RW is equal to എന്താണ് 0.3 RF എന്ന് എഴുതി കൂടെ. -0.3 RF-നെ വലത്തോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 0.3 RF എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇക്വേഷൻ്റെ അകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാലോ. വാ, ഇറ്റ് ഇംപ്ലൈസ് ഈ ഇക്വേഷൻ RW എന്ന് പറഞ്ഞ സാധനത്തിനെ ഞാൻ ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? 0.25
ഇൻറ്റു ആർ ഡബ്ല്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർ ഡബ്ല്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.3 ആർ എഫ് ആണ്, മൈനസ് 1.6 ഡബ്ല്യു പ്ലസ് ആർ എഫ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് എന്ന് സിംപ്ലിഫൈ ചെയ്യാം. 0.25 ഇൻറ്റു 0.3 എന്ന് പറയുന്നത് എന്താണ്? ഇതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് പ്രോബ്ലം ആണെന്ന് പറയുന്നത്, കുറച്ച് മെനക്കെട്ട് ചെയ്യാനുള്ളതാണ്. 0.25 ഇൻറ്റു 0.3 എന്ന് പറയുന്നത് 0.075 ആണ്. 5 ആർ എഫ് മൈനസ് 1.6 ഡബ്ല്യു പ്ലസ് ആർ എഫ് ഈക്വൽ ടു 0. ഇതിനെ എനിക്ക് എന്നും സിംപ്ലിഫൈ ചെയ്യാം. ആർ എഫിന്റെ ടേം തന്നെ ഇവിടെ ഉള്ളത്, ഇവിടെ ആർ എഫ് തന്നെയാണ്. അതായത് 0.075 ആർ എഫ് മൈനസ് പ്ലസ് ആർ എഫ് എത്ര കിട്ടുക? 1.075 ആർ എഫ് മൈനസ് 1.6 ഡബ്ല്യു ഈക്വൽ ടു 0. ഇതിൻ്റെ അകത്ത് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് നമുക്ക്. എന്താ പണി കിട്ടിയെന്ന് അറിയോ? ആർ എഫ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇനി താഴത്തൊന്നും ഇല്ലല്ലോ. ആർ എഫിന്റെ ഏതെങ്കിലും ഇക്വേഷൻ താഴത്തുണ്ടാ? ഡബ്ല്യുവിന്റെ ഉണ്ട്, പക്ഷെ ആർ എഫിന്റെ ഇല്ല. എന്നാലും പ്രശ്നമില്ല, നമുക്കിത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. വിച്ച് ഇംപ്ലൈസ് എന്ത് എഴുതാൻ പറ്റും? 1.075 ആർ എഫ് ഈസ് ഈക്വൽ ടു 1.6 ഡബ്ല്യു എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1.075 ആർ എഫ് ഡിവൈഡ് ബൈ 1.6 എന്ന് വെച്ചാൽ എനിക്ക് എത്രയും കിട്ടും? എന്ത്? 1.075 ഡിവൈഡ് ബൈ 1.6. 6 എന്ന് പറയുന്നത് 0.6718 ആർ എഫ് ആണ്. സോ ഡബ്ല്യുക്ക് എനിക്ക് ഒരു ഇക്വേഷൻ കിട്ടി, 0.6718 ആർ എഫ് ആണെന്ന്. അത് ഞാൻ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി ഡബ്ല്യു എന്ന് പറഞ്ഞ സാധനം എൻ്റെ കയ്യിലില്ല, അത് ഞാൻ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 3 കൊടുക്കുകയാണ്. ഇനി ഡബ്ല്യു എന്ന് പറഞ്ഞ സാധനം എൻ്റെ അടുക്കില്ലേ, അപ്പൊ ഡബ്ല്യുക്ക് വരെ ഞാൻ എന്ത് ചെയ്താൽ പോകണം? 0.6718 ആർ എഫ് ഇൻറ്റു മൈനസ് 0.4242 into x minus 8.8388 plus 22.096 r w equal to ഇത് മൊത്തം ഈക്വൽ ടു 0 അല്ലേ? ഈക്വൽ ടു 0. പിന്നെയും പെട്ട് കിടക്കുക ഞാൻ, ഒരു പടലുമില്ല. എന്താ ചെയ്യാൻ പറ്റും എനിക്ക്? എന്നും ഞാൻ സിംപ്ലിഫൈ ചെയ്യണം. അറിയാത്ത ഇക്വേഷൻ രണ്ടെണ്ണുണ്ട്, ആർ എഫ് എക്സ് ആർ ഡബ്ല്യു, 3 ഇക്വേഷൻ ഉണ്ട്. എന്ത് ചെയ്യാ? നമ്മളൊരു ചെറിയ അബദ്ധം കാണിച്ചു. ഈ ആർ എഫ് എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് മാറ്റരുതായിരുന്നു. ആർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0.3 ആർ എഫ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മാറ്റരുത്. ഇവിടെയായിരുന്നു നമ്മൾ കാണിച്ച പണി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണമായിരുന്നു ഇതിന് പകരം? ആർ എഫ് എന്ന് പറഞ്ഞ ഇക്വേഷൻ പിന്നെ എവിടെയും വരുന്നില്ലല്ലോ. സോ ആർ എഫ് ഇസ് ഈക്വൽ ടു ആർ ഡബ്ല്യു ഡിവൈഡ് ബൈ 0.3 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് വേണമായിരുന്നു ചെയ്യാൻ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഏതായാലും തീർക്കാം. ഇന്ന് എന്തായാലും തീരൂല, 5ാമത്തെ അവറിൽ നമുക്കത് തീർക്കാം, പഠിക്കണ്ട. അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട്, അതാണ് നമ്മളിങ്ങനെ കുറെ നീണ്ടു പോയത്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഏതായാലും അത് പറഞ്ഞുതരാം. ഓക്കെ. ഇതല്ലെങ്കിൽ നല്ല ലെങ്ത് ആവും. നമ്മൾ ഇതും വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും.
അവസാനം വരെ. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ തിരിച്ച് ചെയ്യാം. അവിടെ കേട്ട് ഞാനത് ഡിലീറ്റ് ചെയ്യുന്നില്ല. 5ാമത്തെ അവറിൽ നമുക്ക് വീണ്ടും കാണാം അതുമായിട്ട്. ഇക്വേഷൻ 3 RW ഇല്ലേ? RW ഉണ്ട്. ഇതാ RW ഇതാ ഇവിടെ ഉണ്ടായിരുന്നു. ആവശ്യമില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന് എന്തെങ്കിലും പോവഴി കണ്ടുപിടിക്കാം. വേറെ വഴിയില്ല. ഇത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ കോട്ടെ നീട്ടിക്കൊണ്ട്. അപ്പം നമുക്ക് അറ്റൻഡൻസ് എടുത്ത് നോക്കാം. 4, 5, 6, 7, 8, 9, 10,